വെൽക്കം ബാക്ക് ടു KNK ക്രിയേറ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ക്ലേ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇന്നൊരാളെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് ആൾ. അപ്പം എൻ്റെ അനിയൻ തന്നെയാണ്. അപ്പം നമുക്ക് ക്ലേ വെച്ചുള്ള പരിപാടി തുടങ്ങാം. നമുക്ക് പൂവാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. നമുക്കപ്പോൾ ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഒരു ബോളാക്കാം. കുഞ്ഞ് ബോൾ. അതിൻ്റെ അകത്ത് ചിലവർക്ക് ഇങ്ങനെ വട്ടം വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വര ഉണ്ടാകും. അതൊന്നും ഇല്ലാതെയാണ് ഉണ്ടാകുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്നൊരമർത്തും, കുഞ്ഞമർത്തും ഇങ്ങനെ കൊടുത്തു. ഇതുപോലെ എന്നിട്ട് അത് അങ്ങോട്ട് നീക്കി വെച്ചു. നമുക്ക് ഇതളിൻ്റെ കാര്യം നോക്കാം. ഇതളും അതേപോലെ തന്നെ ഉരുട്ട. നല്ല മുളക് ഉരുട്ടുന്നുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ വര വീണാലും കുഴപ്പമൊന്നുമില്ല. നല്ല മുളക് ഉരുട്ടിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇച്ചിരി എടുത്തു ഇങ്ങനെ 5 കിലോ ഇച്ചിരി ആയിട്ട് 5 ഉരുളയാണ് വേണ്ടത്. അപ്പം 5 എണ്ണം എടുക്കാം. നമ്മൾ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞു ഉരുളയാക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു ഉരുളയായിട്ട് മതി. എന്ന് വെച്ചാൽ പല ഉരുളയാക്കണ്ട, ഒരു ഉരുള അത് തന്നെ 5. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരയൊന്നും പാടില്ല. പിന്നെ ഒരേ വലിപ്പവുമാണ്. കൂടിയും പോകാൻ പാടില്ല, കുറയും പോകും. ഞാൻ രണ്ടാമത്തെ ഉരുളയാക്കിയിട്ടുണ്ട്. ഇച്ചിരി പാവം ഇങ്ങനെ ഈ പുറത്ത് വെച്ചിട്ട് കട്ടിയായിട്ട് വെച്ച് അടുത്ത ഉരുളയാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ 5 ഉരുളയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നല്ല രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട്. അയ്യോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇപ്പം നമുക്കിനി ഓരോരോ ഇതളായിട്ടും വെക്കാം. ഇതേപോലെ നമ്മൾ പൂവുണ്ടാക്കില്ല, അതേപോലെയാണ് ചെയ്താൽ മതി. ഇച്ചിരിയും കൂടെ അതിന് ഒരു ഓവൽ ഷേപ്പ് പോലെ വേണമെന്നേ ഉള്ളൂ. എന്നിട്ട് നടുക്കായിട്ട് ഇതുപോലത്തെ ഒരു ബ്ലേഡ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഇതേപോലെ അത് വെച്ച് നടുക്കൊരു കുഞ്ഞ് വര ഇങ്ങനെ വര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ വരയിടാതെയാണ് പിന്നെ ചെയ്യാനുള്ളത്. നമുക്ക് ഇലയ്ക്ക് വരയിടാനാണ് ഇച്ചിരി കൂടെ ഭംഗി. എന്നിട്ട് അതിനെ ഇങ്ങനെ വെച്ച് ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. നടുക്ക് നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. എന്നിട്ട് അടുത്ത ബോളിനെ അതേപോലെ തന്നെ ഒന്ന് പരത്തി ഒരു ഓവൽ ഷേപ്പ് പോലെ മറ്റേന് ഇച്ചിരി പൊക്കും കൊടുക്കും. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. ഇത് എന്താ കറക്റ്റ് പോയിൻ്റെ ഒരു ഷേപ്പ് അത്യാവശ്യം. അപ്പോൾ ഞാൻ വിചാരിച്ച അതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ രണ്ടും കൂടെ അത് കൂട്ടി വെട്ടിക്കണം.
ഡേറ്റ് ലവിൻ്റെ ഷേപ്പ് പോലെ കിച്ചണിൽ ലവിൻ്റെ ഷേപ്പ് പോലെ അല്ലേ ഇല്ലേ കിച്ചൺ ലവിൻ്റെ ഷേപ്പ് ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടതല്ല അങ്ങനെ 5 ഇതളും ഒരേപോലെ ഇരിക്കണം ലാസ്റ്റ് എന്നിട്ട് ഈ ഫിംഗർ പ്രിൻ്റ് ഒക്കെ കളയണം നമ്മൾ ഇത്ര നേരമായിട്ട് 3 ഇതളാണ് വെച്ചത് നമുക്ക് 4ാമത്തെ ഇതളാണ് വയ്ക്കാൻ പോണം ശരിയായില്ല ക്ലേ വാങ്ങിട്ടാവുന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ക്ലേ എടുത്തിട്ട് ഉണ്ടാക്കാം നമ്മളിപ്പം ഇച്ചിരി കൂടെ ക്ലേ എടുത്തിട്ട് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പം റെഡിയാക്കുന്നുണ്ട് ഇപ്പം അത്യാവശ്യം നല്ലവണ്ണം റെഡിയാകും എന്നിട്ട് ഇതും കൂടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇനി ഒരു ഇതളും കൂടെ വേണം ഇപ്പം ഇത്ര വേണം ഇനി ബാക്കി ഞാൻ നല്ല പോണ ലാസ്റ്റ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഇച്ചിരി കൂടെ നല്ല ക്ലിയർ ആയിട്ട് ലാസ്റ്റ് കാണിക്കാം ഉണ്ടാക്കുന്നൊക്കെ കാണിക്കാം പക്ഷെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് അപ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഈ നടുക്കത്ത് ഈ ഓറഞ്ച് അതും കൂടെ നടുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ലുക്കുണ്ട് ഇതേ കിച്ചൺ എങ്ങനെയുണ്ടടാ ഓക്കെ നമുക്ക് ഇച്ചിരി ക്ലേ എടുക്കാം ഇവിടെ പച്ച ഇനിയും വേണമല്ലോടാ നമുക്ക് അതാണ് കുഴപ്പം നമുക്കെന്നാ കുഞ്ഞിലകളൊക്കെ എടുക്കാം രണ്ടലയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ നമുക്ക് കുഞ്ഞിലയാക്കാം ഓക്കെ നമ്മളിത് വടിയാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം ഇതേ കണക്ക് ഓക്കെ ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം ലീഫും അതേപോലെയൊക്കെ ഇച്ചിരി ക്ലേ എടുക്കുക എന്നിട്ട് വട്ടാക്കുക പിന്നെ പൂവിൻ്റെ ഷേപ്പ് പോലെ കൊടുക്കാം പക്ഷെ ഇതിന് ഇച്ചിരി കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇച്ചിരി കൂടെ നീട്ടം വേണം പൂവിന് അധികം ഈ നീട്ടം വേണം ഇതിന് ഇച്ചിരി കൂടെ നല്ല വണ്ണവും നീട്ടവും വേണം കാണാം എന്നിട്ട് ഈ ഇത് വെച്ച് നടുക്കിൽ ഒരു കുഞ്ഞതായിട്ട് അങ്ങോട്ട് അറ്റം വരച്ചിട്ട് ഇനി അത് ആ പച്ച സാധനത്തിൻ്റെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി അടുത്ത ക്ലേ എടുക്കാം അങ്ങോട്ട് വട്ടാക്കാം ഞാൻ വട്ടാക്കിയിട്ടുണ്ട് അത്രയ്ക്ക് ശരിയാണ് ഇച്ചിരി കൂടെ ശരിയാവുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കുവാണത് അപ്പോൾ ഇതൊക്കെ ആയി നമുക്ക് നടുക്ക് വര ഇട്ട് കൊടുക്കാം
ഓക്കെ, നമ്മുടെ പൂ സെറ്റായിട്ടുണ്ട്. ഇച്ചിരി ബ്ലാക്ക് തരുമോ? ഓക്കെ, ബ്ലാക്ക് അതിൽ നിന്ന് ഇച്ചിരി വന്നാൽ മതി. ഇച്ചിരി കൂടുതലാണ്, ഇച്ചിരി കൂടുതലാണോ? ഞാൻ കളിക്കാനില്ല ചോദിച്ചു. ഇച്ചിരി കൂടുതലാണ് വന്നേക്കുന്ന രൂപം കണ്ടില്ലേ? കുരുട്ട് അത് വേണം പറയുന്നത്. എനിക്ക് വേണ്ട, ഇത് മതി. അപ്പം നമുക്കെന്നാ ഫൈനൽ കണ്ടാലോ? കണ്ടോ ഗായ്സ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കില്ല കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കെ, അടുത്തേക്ക് ടാറ്റാ.